ഉടുപ്പിയിലെ സ്പെഷ്യൽ ടേസ്റ്റുകളും എന്താണ് ഇത്ര തിരക്കുന്നോട്ടെ. ഉടുപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ടെമ്പിൾ ഫെസ്റ്റിവലാ ഫേമസ് ഹോട്ടലല്ലേ? മിത്ര സമാജ് പാരമ്പര്യമുള്ള ഒരു ഹോട്ടലാണ്. ലോകത്തിൽ തന്നെ ഇതിന് മാത്രമായിട്ടല്ലേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇതൊരു സ്പെഷ്യൽ ഐറ്റാണ്. 2 ഐറ്റും എണ്ണ ഞെട്ടിച്ചിട്ടാണ് ഇരിക്കണത്. ഇത് വെറുതെ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് അടിപൊളി എന്ന് പറയുന്നല്ല കേട്ടോ, ശരിക്കും എക്സ്പ്രഷനാണ്. കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഉടുപ്പിയിലാണ്. ഉടുപ്പിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഉടുപ്പിയിലെ സ്പെഷ്യൽ ടേസ്റ്റുകളും അതുപോലെ തന്നെ ഉടുപ്പിയിലെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. ഉടുപ്പിയിലെ കാഴ്ചകൾ കാണാൻ പോവാം. തൃശ്ശൂരിൽ നിന്ന് ഉടുപ്പിയിലേക്ക് ഏകദേശം 400 കിലോമീറ്ററും അതുപോലെ തന്നെ ഗോവയിൽ നിന്ന് ഉടുപ്പിയിലേക്ക് 320 കിലോമീറ്ററാണുള്ളത്. ഗോവയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉടുപ്പിയിൽ നൈറ്റ് സ്റ്റേ ചെയ്ത കാരണമാണ് ഉടുപ്പി ഒന്ന് കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയത്. നമ്മൾ ഉടുപ്പിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ജ്യൂസ് സെൻ്ററിലെ തിരക്കാണ്. ഒരു കൈപ്പുണ്യം എന്നൊക്കെ പറയണ പോലെ വാങ്ങിക്കാനുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഫ്രഷ് ലെമൺ സോഡ, ലെമൺ ഫ്രഷ് ലെമൺ ഒന്ന് ആഹാ. ഫ്രഷ് ലൈം സോഡ വരണം. ഫ്രഷ് ലൈം സോഡ. എന്താണ് ഇത്ര തിരക്കുന്നോട്ടെ. എത്രയോ സ്ഥലത്ത് നിന്ന് ഫ്രഷ് ലൈം സോഡ കുടിച്ചിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഇതേപോലൊരു ടേസ്റ്റ് ഇവിടെ ചില എത്രയോ ആൾക്കാർ വെയിറ്റ് ചെയ്യണ സോഡ വാങ്ങിക്കാനായിട്ട്, ഫ്രഷ് ലൈം സോഡ കഴിക്കാനായിട്ട്. അസാധ്യ ടേസ്റ്റ്. അവരുടെ കൈപ്പുണ്യത്തിൻ്റെ മാറ്റം തന്നെ, വേറെ ഒന്നും പറയാനില്ല. സൂപ്പറ്. എത്ര ഉടുപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. പാനിപൂരി, കൃഷ്ണഗോകുലം കയറിക്കല്ലേ? അതിനെ ചുറ്റി 8 മട ഇருக்கு. മട പേജാവറ. ഓക്കെ ഓക്കെ. പിന്നെ അന്ന് ടെമ്പിൾ ഫെസ്റ്റിവലാ? ലൈക്ക് പേരെന്താ പറഞ്ഞേ? ശങ്കർ. ഉടുപ്പിലാ? ഓക്കെ. ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണാ, നിറയെ ക്രൗഡ് ഇருக்கு. തുളസി പൂജ സമയത്തിൽ 5 ദിവസം ഇരിക്കും. ആട്ടം
ഓക്കെ, തുളസി പൂജ ദിനാന്നല്ലേ? ഓക്കെ ഓക്കെ. ഹോട്ടല്, ഒരു ഫേമസ് ഹോട്ടൽ ആയിരിക്കില്ലേ? പേര് വുഡ്ലാൻഡ്സ് അല്ല, മിത്ര സമാജ്. ട്യൂബ്ലൈറ്റ് ഉള്ളല്ലേ? ഓക്കെ. പിന്നെ ഫേമസ് ഹോട്ടൽ ഏതാ? വുഡ്ലാൻഡാ? എങ്കെയാണ്? ഉടുപ്പി സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ? ഉടുപ്പി ഏറ്റവും സ്പെഷ്യൽ ഐറ്റംസ് എന്താ? വെജിൽ സ്പെഷ്യൽ ഐറ്റംസ് എന്താ? മസാല ദോശ, ബട്ടർ നാന്, മിത്ര സമാജ് അല്ലേ? ഓക്കെ അണ്ണா, தேங்க்யூ ஸோ மச். ஓகே, கேரளா வந்தா சின்ன யூடியூபர் தான், வீடியோ இந்த உலகமே பார்க்க പോകുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഏറ്റവും പാരമ്പര്യമുള്ള ഒരു ഹോട്ടലാണ് മിത്ര സമാജ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണേ. കൂട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. പൊട്ടാറ്റോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് വറുത്ത് കൊടുത്ത്, ഉരുളക്കിഴങ്ങാണ്. പക്ഷെ ഇങ്ങനെ ലൈവായിട്ട് വറുത്ത് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് പുറത്ത് മൈനസോട് ഇങ്ങനെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഭാഗ്യം ഹോട്ടൽ അടച്ചിട്ടില്ല. കിട്ടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഉടുപ്പിയിലെ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണ്, അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ ഹോട്ടൽ വരുന്നത്. മിത്ര സമാജ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. എപ്പോഴും ഭയങ്കര തിരക്കുള്ളൊരു ഹോട്ടലാണ്, വളരെ പാരമ്പര്യമുള്ള ഒരു ഹോട്ടലാണ്. ലോകത്തിൽ തന്നെ ഉടുപ്പി വെജിറ്റേറിയൻ ഒരു ബ്രാൻഡാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലിലേക്ക് തന്നെയാണ് നമ്മൾ ചെല്ലുന്നത്. നല്ല ക്രൗഡാലോ, ഫുള്ളാണ്. സീറ്റ് തന്നെ ഇരിക്കാനായിട്ട്. ഫുള്ളാണ്. 1949 ഈ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വരും തലമുറകളാണ് ഇപ്പോൾ ഹോട്ടൽ നടത്തിപ്പ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ രുചിക്കൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമസ്കാരം, ഞാനൊരു യൂട്യൂബറാണ്. ഇതെന്താ സംഭവം? എന്താണ് പേര്? മനസ്സിലായില്ല. അല്ല അല്ല, ഇതിന്റെ പേര് ഓക്കെ. ഓക്കെ, സ്പെഷ്യലായിട്ട് കുറച്ച് ആൾക്കാർ കഴിക്കുന്നുണ്ട് ഈ കളറിന്. ഇതിന്റെ സംഭവം അല്ലേ? അതെ, ഇതിന് മാത്രമായിട്ടല്ലേ? ഇങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ടല്ലേ? ഒരു ബനാന ബൺസ് പിന്നെ കിട്ടില്ലേ? ഓക്കെ. പിന്നെ ഏതൊരു ഐറ്റം പറഞ്ഞല്ലോ? കോളി ബജ്ജി അല്ലേ? മസാല ദോശയൊക്കെ നോർമലി സ്പെഷ്യൽ ഒരു ഐറ്റം തന്നെയല്ലേ? ഇതൊക്കെ ട്രൈ ചെയ്യേണ്ട ഐറ്റംസ് അല്ലേ? ഓക്കെ. ഉടുപ്പിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും പാരമ്പര്യമുള്ള വെജ് ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മിത്ര സമാജ്. അവിടുത്തെ ഏറ്റവും ടേസ്റ്റുള്ള ഐറ്റമാണ് ബനാന ബണ്ണ്, കോളി ബജാൻ, മാംഗോ രസായൻ. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ആദ്യം ഇതിന് തന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെറുതെ അല്ല, എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന 2 പേര് 2 വട്ടമാണ് ഈ ജ്യൂസ് കുടിച്ചത്. ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവരോട് വന്നതെന്ന് പറഞ്ഞത്. നമ്മൾ ഇടുക്കിയിലുള്ളവരാണ്. പറയാൻ പറ്റില്ല കേട്ടോ, ഞാൻ ചിലപ്പോൾ 2 ഗ്ലാസ് കുടിച്ചില്ല. ടേസ്റ്റാണ്. ബനാന ബണ്ണിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റണാവും? അടിപൊളി ഫ്രണ്ട്സ്. ഇതൊരു എല്ലാതും ഒന്നിനൊന്നും മെച്ചെന്ന് പറയണ പോലെ. സൂപ്പർ സൂപ്പർ. ഈ വഴിക്ക് പോകണമെങ്കിൽ ഞാൻ എന്തായാലും ഉടുപ്പി ഈ ഹോട്ടലിൽ കയറാണ്ട് പോകുന്നു. 2 ഐറ്റം കഴിച്ചു.
രണ്ടായിട്ടും എന്നെ ഞെട്ടിച്ചിട്ടാണ് ഇരിക്കണേ. ഇനി മൂന്നാമത്തെ ഒരു ഐറ്റം ഉണ്ട്. എന്തൊരു സോഫ്റ്റ്, പിടിക്കാൻ തന്നെ പറ്റുന്നില്ല. ബജ്ജി ബൺ എന്നാണ് പേര്. കഴിക്കാട്ടാ. ഇത് വെറുതെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അടിപൊളി എന്ന് പറയുന്നതല്ല കേട്ടോ, ശരിക്കും പ്രശ്നമാണ്. ഒരിക്കലും ഫാമിലിനൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് കഴിപ്പിക്കണം, എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വീട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ആദ്യം പോയിട്ട് ഇങ്ങനെ പരീക്ഷിക്കും, എന്നിട്ട് ഏറ്റവും നല്ലത് അവരെ കാണിക്കും. പണ്ട് അങ്ങനെ തന്നെയാണ്. ഒരു ഫിലിം പോകാൻ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പോയിട്ട് കാണും, നല്ല പടമാണോ, ഫാമിലിക്കൊക്കെ കാണാൻ പറ്റുന്ന പടമാണോ എന്നൊക്കെ നോക്കി അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം നോക്കിയിട്ട് അവരെ കൊണ്ടുവന്ന് കാണിക്കും. അതേപോലെ തന്നെ വൺ ടൈം എൻ്റെ ഫാമിലിയിൽ ഞാൻ വീണ്ടും കൊണ്ടുവന്നിട്ട് ഈ ഐറ്റംസ് ഒക്കെ കഴിപ്പിക്കും. നിങ്ങളും ഈ വഴിക്കാണ് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോട്ടലിലേക്ക് വരണം. അങ്ങനെ ഈ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഈ ഹോട്ടലിലേക്ക് വരണം, ഈ ഭക്ഷണം കഴിക്കണം. ഇത് അത്യാവശ്യം നേരമൊക്കെ കാത്തിരുന്നിട്ടൊക്കെ വേണ്ട സാധനം കിട്ടണമെങ്കിൽ ഓർഡർ കിട്ടിയിട്ടാണ് അവരുണ്ടാക്കാൻ പോകുള്ളൂ. അതാണ് അവസ്ഥ. അത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനം അസാധ്യം. ഇത് വേറൊരു സ്പെഷ്യൽ ഐറ്റാണ്, ബുള്ളറ്റ് ഇഡ്ഡലി. നോ പ്രോബ്ലം ടു ഷൂട്ടി. ബുള്ളറ്റ് ഇഡ്ഡലി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുത്തെ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. സാധാരണ നോർമലുള്ള പോലെ തന്നെ മസാല ദോശയും ഉഴുന്നുവടയും ഇതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കണേ. ഇനിയൊരു ബദാം റസായനം കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. വന്നല്ലോ, എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. കൊള്ളാം, എല്ലാം കൊള്ളാം, ഒന്നും മോശമെന്ന് പറയാനില്ല. എല്ലാതും ഒന്നിനൊന്നും മെച്ചം, ഓരോന്നിനും പ്രത്യേക ഫീലാണ് നമുക്ക് കഴിക്കുമ്പോൾ. ബദാമൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ഇത്രയൊക്കെ സ്പെഷ്യലായിട്ട് കഴിച്ചിട്ടും ആകെ ബില്ല് വന്നിരിക്കുന്നത് വെറും 215 രൂപയാണ്. ഇതാണ് ഗോധി ഹൽവ. ഓക്കെ, താങ്ക്സ് ടു. ഐറ്റംസിൻ്റെ മെനു കാര്യങ്ങളൊക്കെ ഇവിടെ കട ക്ലോസ് ചെയ്യായി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഭാഗ്യം ഈ കാഴ്ചകളൊക്കെ ഇവർക്ക് എത്തിക്കാൻ പറ്റിയത്. ഓക്കെ, എന്തായാലും മിത്ര സമാജ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഓർമ്മകളാണ്, മെമ്മറീസാണ് മിത്ര സമാജ് സമ്മാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റോറും ഈ രഥം വലിച്ച് ഉള്ളൊരു വലിയ ആഘോഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളെ കൽപ്പാത്തി രഥോത്സവമൊക്കെ കാണാറുണ്ടല്ലോ, അതുപോലത്തെ ഒരു രഥമാണ്. അത് വലിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്, ഈ കാഴ്ചകളൊക്കെ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ. സൈസ് ഒമ്മി താങ്ങാൻ പറ്റില്ല കേട്ടാ, അത്രയ്ക്ക് വെയിറ്റാണ്. എങ്ങനെ ഈ കയറന്നെ താങ്ങാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ഇത് പിടിച്ചിട്ട് ഇതിനെ വലിച്ചെടുക്കണം എന്നുള്ളതാണ്. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ്
ഉടുപ്പിയോട് വിട പറയുക. എന്തായാലും ഉടുപ്പി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന കുറേ നല്ല നല്ല കാഴ്ചകളും ഒരുപാട് പുതിയ പുതിയ അനുഭവങ്ങളും ഒരുപാട് പുതിയ ടേസ്റ്റുകളും നല്ല നല്ല രുചികളും ഒരിക്കലും മറക്കില്ല ഉടുപ്പീനെ. എൻ്റെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഉടുപ്പിയിലേക്ക് ഒരു വട്ടമെങ്കിലും വരണമെന്ന് തോന്നുന്നുണ്ടാവും. നിങ്ങൾ വരണം, കാഴ്ചകളൊക്കെ കാണണം, ആസ്വദിക്കണം.